ഹലോ ഗൈസ്, അനിമൽ ഓഫ് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിന്റെ ചാപ്റ്റർ 1131 മലയാളം എക്സ്പ്ലനേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പം നമുക്ക് ഒട്ടു സമയങ്ങളാണ് നേരെ ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്റർ 1131 ലോക്കി ഓഫ് ദ അണ്ടർ വേൾഡ്. ഇപ്പോൾ നിൽക്കുന്നത് എൽബാഫിലാണെന്ന് ലാസ്റ്റ് ചാപ്റ്റർ എൻഡിൽ ലൂഫിയോട് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ നിൽക്കുന്ന ലൂഫിയെ കാണിച്ചുകൊണ്ടാണ് ചാപ്റ്റർ തുടങ്ങുന്നത്. അപ്പോൾ ലൂഫി ലോക്കിയോട് വാതോരാതെ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുകയാണ്. ഇത് ശരിക്കും എൽബാഫ് തന്നെയാണോ? ഞങ്ങൾ ഇവിടേക്ക് വരണമെന്ന് വർഷങ്ങളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഉള്ള എല്ലാത്തിനും ഭയങ്കര വലിപ്പമുണ്ടല്ലോ. ഇവിടെ എപ്പോഴും യുദ്ധങ്ങൾ ഉണ്ടാവാറുണ്ടോ? ലോകത്തിലേക്ക് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു രാജ്യമാണിതെന്നുള്ളത് ശരിയാണോ? ഇത്രയും ജയൻസിനെ ഒരുമിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് കിടിലമാണ്, ഇവിടം പൊളിയാണെന്നൊക്കെ നിർത്താതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലൂഫി. ലോക്കി ആണെങ്കിൽ എന്തോ ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ ഒരു ഗ്യാപ്പ് പോലും കൊടുക്കുന്നുമില്ല. ദേഷ്യം വന്ന ലോക്കി അവസാനം ഞാൻ നിന്റെ അടുത്താണ് സംസാരിക്കുന്നതെന്ന് ഇങ്ങനെ ഉറക്ക വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ശബ്ദത്തിന്റെ മുഴക്കത്തിൽ കാട്ടിലെ ആ ജീവികളിലൊക്കെ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലെ കണ്ട ചെന്നായ്ക്കളൊക്കെ ഇങ്ങനെ മുരളുന്നത് നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ലോക്കി പറയാണ്, ഞാൻ സൺഗോഡാണ്, എൻ്റെ മുന്നിൽ നിന്ന് അനുവാദം ഇല്ലാതെ ഇങ്ങനെ വായിട്ടലയ്ക്കുന്നത് ഭയങ്കര കുറ്റമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ ലൂഫിയോട് ചോദിക്കുകയാണ്, ഞാൻ ഇപ്പോഴുള്ള ഈ അവസ്ഥയെ പറ്റി നീ എന്താണ് ചിന്തിക്കുന്നത്? അപ്പോൾ ലോക്കിയുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിങ്ങനെ താഴെ കാണാം. വേൾഡ് ഗവൺമെന്റ് ലോക്കിക്ക് 260 കോടി ബെറീസിന്റെ സ്പെഷ്യൽ ബൗണ്ടി ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ലൂഫി തിരിച്ചു ലോക്കിയോട് ഇങ്ങനെ പറയാണ്, നിങ്ങളുടെ അവസ്ഥയെ പറ്റി എന്ത് തോന്നാനാ? ഇവിടെ ഇങ്ങനെ ഇപ്പൊ നിങ്ങളെ പൂട്ടിയിട്ടിരിക്കുകയല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ലോക്കി ഇപ്പൊ പറയാണ്, ഇങ്ങനെ തടവി കിടക്കാനായിട്ട് ആരും ആഗ്രഹിക്കത്തില്ലല്ലോ. പറ്റുമെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ 6 വർഷമായിട്ട് ഇവിടെ തടവി കിടക്കുകയാണെന്ന് ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഈ 6 വർഷത്തിന്റെ കണക്ക് കേട്ടിട്ട് ലൂഫി ഞെട്ടുന്നുണ്ട്. അപ്പോൾ ഈ എൽബാഫിലെ ഏറ്റവും ശക്തിയുള്ള ഒരാളാണ് ലോക്കി. പക്ഷേ ഈ ലോക്കിയെ കെട്ടിയിട്ടിരിക്കുന്ന മരം എന്ന് പറയുന്നത് അതിന്റെ പേരാണ് ആഡം, അതായത് ട്രഷർ ട്രീ എന്ന് പറയും. അപ്പോൾ ഇത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു മരമാണ്. അതുപോലെ ഇത് എൽബാഫിന്റെ പ്രതീകമാണെന്ന് തന്നെ പറയാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ കാണും, നമ്മുടെ 1000 സണ്ണി പണിഞ്ഞിരുന്നത് ഈ ആഡം ട്രീയുടെ തടി കൊണ്ടാണ്. അപ്പം 1000 സണ്ണിക്ക് അപ്പോൾ എന്ത് പവർ കാണും. അതേപോലെ പിന്നെ ഈ സീ പ്രിസം സ്റ്റോണിന്റെ ചങ്ങല ഇട്ടിട്ടാണ് ലോക്കിയെ പൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ സോ രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ല. പിന്നെ അവൻ ലൂഫിയോട് പറയുന്നുണ്ട്, റോഡി, എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കണമെന്നിങ്ങനെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ലൂഫി അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ പറയാണ്, റോഡി അല്ല ലൂഫി എന്നാണ് എൻ്റെ പേരെന്ന് ഇങ്ങനെ പറയുന്നത്. ലൂഫിയെ നോക്കിയ ലോക്കിയുമായിട്ട് അങ്ങ് സെറ്റായി. ലോക്കിയുടെ പുറത്തൊക്കെ ഇങ്ങനെ കയറി കിടക്കുക, പുള്ളി ചില്ല് ചെയ്യുകയാണ് അവിടെ. അപ്പോൾ ലോക്കി ലൂഫിയോട് ഒരു ഡീല് പറയാണ്. അതായത് ലൂഫി ഒരു പൈറേറ്റ് ആണല്ലോ. അപ്പോൾ ലോക്കിയെ ഇപ്പം അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ലൂഫിക്ക് വേണ്ടിയിട്ട് അവൻ പറയുന്ന ഒരു മൊത്തം പൈറേറ്റ് ക്രൂവിനെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ച് നീക്കി കൊടുക്കാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതാണ് ഡീല്. അപ്പോൾ അതിന് ഓക്കെ ആണെങ്കിൽ ഇപ്പം തന്നെ കൈ തന്നു, ഈ പൂട്ടിന്റെ താക്കോൽ ഈ ഗ്രാമത്തിൽ തന്നെ എവിടെങ്കിലും ഉണ്ടാവുമെന്ന് ലോക്കി ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം പിന്നെ ലോക്കി പറയുന്നുണ്ട്, അവൻ ഈ കിടക്കുന്ന സ്ഥലം എൽബാഫിന്റെ ഏറ്റവും താഴത്തെ ലെവലാണ്, അണ്ടർവേൾഡ് എന്നാണ് ഈ സ്ഥലത്തിനെ അറിയപ്പെടുന്നതെന്ന് ഇങ്ങനെ പറയുന്നു. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ ആരും ഒന്നും മടിക്കും, കുറ്റവാളികളെ മാത്രമേ ഇവിടോട്ട് അയക്കാറുള്ളൂ. ഈ സ്ഥലം എന്ന് പറയുമ്പോൾ അത് ഒരേ സമയം ഒരു ജയിലും അതേസമയം തന്നെ വധശിക്ഷ നടപ്പാക്കുന്ന ഒരു സ്ഥലമാണ്. അതേപോലെ ഇവിടെ മൂടിക്കിടക്കുന്ന മഞ്ഞൊന്ന് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിനക്ക് ടണ്ണ് കണക്കിന് മനുഷ്യരുടെ അസ്ഥിയും തലയോട്ടിയും ഒക്കെ കണ്ടെത്താൻ പറ്റുമെന്ന് ലോക്കി ഇങ്ങനെ ലൂഫിയോട് പറയാണ്. നമുക്കപ്പോൾ ഏതോ ഒരു ജീവിയുടെ രൂപം ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. അതൊരു മരമൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഒടിച്ചു പറിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ മിത്തോളജി പ്രകാരം ഇവരിപ്പോൾ ഉള്ള ഈ മലനിരകൾക്ക് ഏകദേശം 10,000 വർഷത്തെ പഴക്കമുണ്ട്. ഈ സ്ഥലത്തിനെ പ്രൈമോർഡിയൽ വേൾഡ്, അതായത് ആദിമ ലോകം, ഏറ്റവും ആദ്യം ഉണ്ടായ ലോകം എന്ന് വിളിക്കാം എന്നിങ്ങനെ ലോക്കി പറയുന്നുണ്ട്. സൂര്യൻ അസ്തമിച്ചു പോയൊരു ലോകമാണിതെന്നാണ് പറയുന്നത്. അതായത് ഫുൾ ഡാർക്കാണ്, അതാണ് അണ്ടർവേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ മുൻപ് കാണിച്ച ആ രൂപങ്ങൾ ഇപ്പോൾ ഫുള്ള് റിവീൽ ആയിട്ടുണ്ട്. അത് ആ കാട്ടിലുള്ള ബീസ്റ്റുകളാണ്. അതായത് ഒരു ധ്രുവക്കരടി, ഗൊറില്ല, ചെന്നായ, ഒരു പാമ്പ്, മാമത്ത് ഒക്കെ വന്നിങ്ങനെ നിൽക്കുകയാണ്. ലോക്കി ലൂഫിയോട് പറയുന്നുണ്ട്, ഈ മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലത്ത് നീ എന്തിനാ വന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ എന്തോത്തിനായാലും ഈ ജീവികളെ നീ സൂക്ഷിച്ചോണമെന്ന് ലൂഫിയോട് പറയുന്നു. അതായത് ഇവിടെ എല്ലാ മഞ്ഞുമലകൾക്കും ഓരോ മാസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ലൂഫി വന്നപ്പോൾ ചുട്ട് നിന്ന മിമിഗാമിയും പിന്നെ ഇപ്പോൾ വന്നേക്കുന്ന ഈ മൃഗങ്ങളും എല്ലാം അങ്ങനെ ഓരോ മാസ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഈ ജീവികളെല്ലാം കുട്ടിക്കാലം തൊട്ടേ ഉള്ള എൻ്റെ ഫ്രണ്ട്സ് ആണെന്ന് ലോക്കി ഇങ്ങനെ ലൂഫിയോട് പറയുന്നു. അപ്പോൾ അവിടെ കയ്യിൽ റാന്തലൊക്കെ പിടിച്ചിട്ട് മുഖത്ത് ഗ്യാസ് മാസ്ക് ഒക്കെ വെച്ച് വരുന്ന കുറച്ച് സാധാരണ മനുഷ്യരെ നമുക്ക് കാണാം. അപ്പോൾ ലൂഫിക്കാണെങ്കിൽ ഈ ജീവികളെയൊക്കെ കണ്ടിട്ട് ഭയങ്കര നൊസ്റ്റു ഫീല്. അതായത് ടൈം സ്കിപ്പ് സമയത്ത് ലൂഫി ട്രെയിൻ ചെയ്തിരുന്ന ആ റുസ്കൈന ഐലൻഡ് ഉണ്ടല്ലോ, അവിടുത്തെ ലൂഫിയുടെ ഫ്രണ്ട്സ്, ആ മൃഗങ്ങളെയൊക്കെ ലൂഫിക്ക് ഓർമ്മ വന്നു. അപ്പൊ എൻ്റെ അടുത്ത് എന്തെങ്കിലും കന്നന്തിരിവ് കാണിച്ചാൽ ഈ മൃഗങ്ങൾ നിന്നെ വെറുതെ വിടൂല്ല എന്നാണ്
ലോക്കി ലൂഫിയോട് പറയുന്നത്. അപ്പൊ ഈ റാന്തലും പിടിച്ചുകൊണ്ട് വരുന്ന മനുഷ്യരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം ഒരു കാലത്ത് എൽബാഫ് യുദ്ധം ചെയ്ത് കീഴടക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളവന്മാരായിരുന്നു. അങ്ങനെ ഇവിടെ വന്നിട്ട് തോറ്റുപോയി ഇപ്പൊ ഇവിടെ ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണ്. അപ്പൊ ഈ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അതായത് ഇതുങ്ങൾ ഇവന്മാരെ മണം പിടിച്ച് തേടി പിടിച്ച് കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ മുഷിഞ്ഞ വസ്ത്രമൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ചുറ്റിത്തിരിക്കുകയാണ്. അപ്പൊ ഇവരൊക്കെ ഈ ലോക്കിയുടെ സബോർഡിനേറ്റ്സ് ആണ് ഇപ്പോൾ. അപ്പൊ ഇവന്മാരിപ്പോ ഈ ലൂഫിയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പക്ഷെ ഇവർക്ക് ചെറിയൊരു പേടിയുണ്ട്. അതായത് കഴിഞ്ഞ തവണ ഷാങ്സുമായിട്ട് ഇവിടെ ചേറ്റുമുട്ടി കഴിഞ്ഞപ്പോൾ അയാളുടെ ഹാക്കി കാരണം നമ്മളെല്ലാം കുഴഞ്ഞു വീണു. ഇനി അതുപോലെ വല്ല ഇവിടെ സംഭവിക്കുമോ എന്നുള്ള ഒരു പേടിയുണ്ട് ഇവന്മാർക്ക്. അപ്പൊ ഇവര് ഷാങ്സിനെ പറ്റി മെൻഷൻ ചെയ്ത് കേട്ട് കഴിഞ്ഞപ്പോൾ ലൂഫി ഞെട്ടി. അപ്പൊ ലൂഫി ചോദിക്കുന്നുണ്ട്, ഷാങ്സ് ഇവിടെ വന്നെന്നാണോ നിങ്ങൾ പറയുന്നത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ പാനൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ വന്നേക്കുന്ന വന്യമൃഗങ്ങളെ എല്ലാം ലൂഫി മെരുക്കി അങ്ങ് നിർത്തിയിരിക്കുകയാണ്. അവരെല്ലാം ഇപ്പൊ ലൂഫിയോട് ഭയങ്കര സ്നേഹത്തോടെ പെരുമാറുന്നു. ലൂഫി ആണെങ്കിൽ ആ വലിയ ഗൊറില്ലയുടെ കയ്യിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇവരെല്ലാവരും അങ്ങ് വണ്ടടിച്ച് നിൽക്കുകയാണ്. ഇവൻ എങ്ങനെയാടാ ഈ മൗണ്ടൻ ലോഡ്സിനെയൊക്കെ ഇവൻ എങ്ങനെയാടാ മെരുക്കിയെന്നൊക്കെ ചോദിച്ചിട്ട് ഒമ്മാരും അതേപോലെ തന്നെ ലോക്കി ഞെട്ടി നിൽക്കുകയാണ്. ലോക്കി ഇങ്ങനെ ചോദിക്കുകയാണ്, ഇവൻ ആരാടാ ഈ ചെറിയ പയ്യൻ എങ്ങനെയാണ് ഈ ഇത്രയും വലിയ ജീവികളെയൊക്കെ മെരുക്കിയതെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഷാങ്സ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ എന്ന് ലൂഫി പിന്നെ ലോക്കിയോട് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ ലോക്കി ചോദിക്കുന്നുണ്ട്, നീ റെഡ് ഹെഡിന്റെ ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ലോക്കി ഇങ്ങനെ പറയുന്ന, ആ പേടിത്തൊണ്ടനായിട്ടുള്ള പൈറേറ്റ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഷാങ്സിനെ പേടിത്തൊണ്ടെന്ന് പറഞ്ഞ് ലൂഫിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ലൂഫി നേരെ ഗിയർ ഫോമിലോട്ട് ട്രാൻസ്ഫോം ആയിട്ട് ലോക്കിയെ പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വരുവാണ്. ലോക്കി പെട്ടെന്ന് തല വെട്ടിച്ചു മാറ്റി. ഇല്ലായിരുന്നെങ്കിൽ ആ ഇടിക്ക് തല പറഞ്ഞേനെ. അപ്പൊ ആ ഗ്യാസ് മാസ്ക് വെച്ചവന്മാർ അവിടെ അയ്യോ ലോക്കി സമാന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഉടനെ ലോക്കി ലൂഫിയോട് പറയുന്നടാ പൊട്ടാ, ഞാൻ ഒരു തമാശ പറഞ്ഞതാ, നീ എന്തിനാ ഇങ്ങനെ റിയാക്ട് ചെയ്തതെന്ന് ചോദിക്കുന്നു. അപ്പൊ ലൂഫി ഒന്ന് കൂളായിട്ടുണ്ട്. ലൂഫി എന്നിട്ട് ലോക്കിയോട് പറയാണ്, തമാശക്കാണെങ്കിൽ പോലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയരുതെന്ന് പറയുന്നു. അപ്പൊ ലോക്കി പറയാണ്, എനിക്ക് അനങ്ങാൻ പറ്റാതായി പോയി, ഞാൻ ഈ ചങ്ങലേന്ന് വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നെ കൊന്നു കളയടാന്ന് ലൂഫിയോട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ലൂഫി നല്ല കലിപ്പിൽ തന്നെയാണ്. ലൂഫി പറയുന്നത്, അനങ്ങാൻ പറ്റത്തില്ലെങ്കിൽ അവിടെ അടങ്ങി മിണ്ടാതിരിക്കണം, ഇനി ഒരു തവണ കൂടി ഇങ്ങനെ എന്തെങ്കിലും തോന്നിവാസം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഈ മരത്തിലോട്ട് ചേർത്ത് വെച്ച് ഇടിച്ച് ചതയ്ക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ലൂഫി അതിനുശേഷം നേരെ മാറ്ററിലേക്ക് വരികയാണ്. അതായത് ഷാങ്സ് എന്തിനാ ഇവിടെ വന്നേ, നിന്നെ കാണാനാണോ വന്നേ, ഷാങ്സ് ഇപ്പോഴും ഇവിടെ എൽബാഫിൽ ഉണ്ടോ എന്നൊക്കെ ലോക്കിയോട് ചോദിക്കുന്നു. അപ്പൊ ലോക്കി പറയുന്നുണ്ട്, ആ വിവരങ്ങളൊക്കെ ഞാൻ നിനക്ക് ചുമ്മാ അങ്ങനെ പറഞ്ഞു തരത്തില്ല എന്ന് പറയുന്നുണ്ട്. അതായത് എന്നെ തുറന്നു വിട്, അപ്പൊ ഞാൻ കാര്യങ്ങൾ പറയാമെന്നാണ് ലോക്കിയുടെ സ്റ്റാൻഡ്. അപ്പൊ നമ്മുടെ ബാക്കി സ്ട്രോ ഹാറ്റ്സ് നാമീൻ ടീമും ആ പാലത്തിന്റെ മണ്ടയ്ക്ക് കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ പാലം വല്ലാതെ കുലുങ്ങുന്നുണ്ട്. അപ്പൊ ഉസോപ്പൊക്കെ ഇങ്ങനെ പേടിച്ച് പറയണം, അയ്യോ നമ്മൾ ചാവാൻ പോവാണേ എന്നൊക്കെ വിളിച്ചു പറയുന്നു. അപ്പൊ ഈ പാലം കുലുങ്ങുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉസോപ്പ് ബൈനോക്കുലർ വെച്ച് ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ നോക്കി കഴിയുമ്പോൾ ആരോ ഒരു ജയന്റ് ഇങ്ങനെ ഓടി വരുന്നതായിട്ട് ഉസോപ്പിനെ കാണാം. അപ്പൊ ഉസോപ്പ് പറയുന്നുണ്ട്, ആരാണെന്ന് എനിക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല, എനിക്ക് തോന്നുന്നു അത് സൺഗോഡ് ആണെന്ന് ഇങ്ങനെ തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരും ചോദിക്കുന്നുണ്ട്, ഇടിമിന്നലേറ്റ് പുള്ളി അവിടെ കിടക്കുന്നതല്ലേ, ഇപ്പൊ എത്ര പെട്ടെന്ന് എങ്ങനെ റിക്കവർ ആയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. അപ്പൊ റോഡ് തന്നെയാണ് ഇവരുടെ പുറകെ ഇങ്ങനെ ഓടി വരുന്നത്. റോഡിന്റെ തൊട്ട് പുറകെ ഗേർഡും പിന്നെ ഗോൾഡ്ബർഗും പിന്നെ അവരുടെ ആ മൂങ്ങയും കൂടെ പോകുന്നുണ്ട്. അപ്പൊ ഗോൾഡ്ബർഗിന്റെ കയ്യിലാണെങ്കിൽ 1000 സണ്ണി ഉണ്ട്. 1000 സണ്ണി ഇങ്ങനെ ചുമന്നുകൊണ്ടാണ് ഗോൾഡ്ബർഗ് പുറകെ ഓടുന്നത്. അപ്പൊ ഉസോപ്പ് ഇങ്ങനെ പറയുന്നുണ്ട്, അവര് സണ്ണിയും കൊണ്ടാണ് വരുന്നതെന്ന് ഇങ്ങനെ പറയുന്നു. അപ്പൊ സോറോ പറയാണ്, അവരെ വെട്ടി വീഴ്ത്താതെ വേറെ വഴിയില്ലെന്ന് ഇങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞ് വാളൊക്കെ ഇങ്ങനെ എടുക്കാൻ തുടങ്ങുകയാണ്. ഉടനെ ഉസോപ്പ് പറയുന്നുണ്ട്, അയ്യോ വേണ്ട, അവര് ഡോറിയുടെയും ബ്രോഗിയുടെയും ഫ്രണ്ട്സ് ആയിരിക്കും, നമ്മളെന്തായാലും ഇപ്പൊ ഇവിടെ എത്തിയില്ലേ, എൽബാഫിലേക്ക് നമ്മളിപ്പോ എത്താൻ പോവാണെന്ന് ഇങ്ങനെ പറയുന്നു. അപ്പൊ ഇവര് പിടിക്കുന്നതിന് മുമ്പേ ഫുൾ സ്പീഡിൽ ഓടി ഈ പാലം കടക്കാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കുന്നത്. ഉസോപ്പ് പറയുന്നുണ്ട്, തൊട്ട് മേളിൽ ഇനി എൽബാഫ് വില്ലേജ് ആയിരിക്കും, നമുക്കിപ്പോ എത്രയും പെട്ടെന്ന് അവിടെയൊക്കെ ഇല്ലാന്ന് പറയുന്നു. നെക്സ്റ്റ് നമ്മളെ എൽബാഫിലെ അണ്ടർവേൾഡ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ അവിടുത്തെ കാട്ടിൽ നിന്ന് നമ്മുടെ ഹാജറുദ്ദീനും പിന്നെ അവരുടെ ഷിപ്പ് റൈറ്റ് ആയിട്ടുള്ള സ്റ്റാൻസണും കൂടെ ഒരു വലിയ മ്ലാവിനെ അടിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഇറച്ചി സ്ട്രോ ഹാറ്റ്സിന് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്നൊക്കെയാണ് ഹാജറുദ്ദീൻ ഇങ്ങനെ പറയുന്നത്. മുകളിലത്തെ ഫോറസ്റ്റിലൊന്നും ഇതിനെ പിടിക്കാൻ കിട്ടൂല, അതുകൊണ്ടാണ് ഇവരെ അണ്ടർവേൾഡിൽ വന്നിട്ട് അതിനെ പൊക്കിയത്. അപ്പൊ സ്റ്റാൻസൺ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതിന് ഭയങ്കര ഭാരമാണ്, ഇതിനെ എങ്ങനെ ചുമന്നുകൊണ്ട് പോവും എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഉടനെ ഹാജറുദ്ദീൻ പറയുന്നുണ്ട്, നിനക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നി, ഇത് നമ്മുടെ മാസ്റ്റേഴ്സ് സ്ട്രോ ഹാറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്, നമ്മുടെ ജീവൻ രക്ഷിച്ചവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നമ്മളിത് ചുമന്നുകൊണ്ട് പോകും എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നമ്മളെ ചെറുതായിട്ട് ഡ്രസ് റോസയിലെ ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതായത് ഹാജറുദ്ദീൻ സ്ട്രോ ഹാറ്റ് ഗ്രാൻഡ് ഫ്ലീറ്റിൽ ചേരാനുണ്ടായ കാര്യവും കാരണങ്ങളും ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ. അപ്പോൾ അങ്ങനെ അവർ മോട്ടിവേറ്റഡ് ആയിട്ട് ആ വലിയ മ്ലാവിനെയും ചുമന്നുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് രണ്ടുപേരൂടെ. നമ്മൾ ന്യൂ ജയന്റ് വാരിയർ പൈറേറ്റ്സ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാട്ടൊക്കെ പാടി ഇങ്ങനെ പോവാണ്. അപ്പൊ ഈ ന്യൂ ജയന്റ് വാരിയർ പൈറേറ്റ്സിന്റെ ആ ഒരു അതിലെ മെമ്പേഴ്സിന്റെ ലിസ്റ്റും താഴെ നമ്മളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, അതിലുള്ള ആൾക്കാരെയൊക്കെ കാണിച്ചുകൊണ്ട്. പിന്നെ നമ്മളെ ബാക്കി സ്ട്രോ ഹാറ്റ്സ് ഉള്ള എൽബാഫിന്റെ ഷിപ്പാണ് കാണിക്കുന്നത്. അപ്പൊ അവർ എൽബാഫ് കോസ്റ്റൽ വാട്ടേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബ്രൂക്കിന്റെ ഒരു സ്കൾ ജോക്ക് നമുക്ക് കേൾക്കാം. അതായത് ബ്രൂക്ക് പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയുടെ തലമുടി വെട്ടുന്നത്, എന്റെ നെഞ്ച് കിടന്ന് ഇടിക്കുകയായിരുന്നു, പക്ഷേ ഇടിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു നെഞ്ചില്ല എന്ന് പറഞ്ഞിട്ട്
ചിരിക്കുന്നുണ്ട്. അപ്പൊ ബ്രൂക്ക് നമ്മുടെ റോബിന്റെ മുടി വെട്ടിയിരിക്കുകയാണ് ഗൈസ്. അന്ന് ലിലിത്ത് ഈ ബ്രൂക്കിന്റെ ജോക്ക് കേട്ടിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇടിക്കാൻ ഹൃദയം ഇല്ലെന്നാണോ പറയുന്നത്? ഹൃദയം ഇല്ലാതെ എങ്ങനെ മനുഷ്യനുണ്ടാവും? ഇത് സയൻസിന് നിരക്കാത്ത കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് റോബിന്റെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ നോക്കുകയാണ്. റോബിൻ തിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ബോണി ഇങ്ങനെ എന്ന് പറയുന്നുണ്ട്, നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് റോബിൻ ഇങ്ങനെ പറയുന്നു. അതേപോലെ ഫ്രാങ്കി ഇങ്ങനെ പറയുന്നു, നിന്റെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് എനിക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു എന്നിങ്ങനെ പറയുന്നു. പിന്നെ ജിംബയും പറയുന്നു, റോബിൻ നിനക്ക് ഈ ഹെയർ സ്റ്റൈൽ നല്ലപോലെ ചേരുന്നുണ്ട്, ബ്രൂക്ക് നല്ല കിടിലൻ മുടിവെട്ടായിരുന്നു എന്നിങ്ങനെ ജിംബെ പറയുന്നു. ഇപ്പൊ നമുക്ക് റോബിന്റെ ഹെയർ സ്റ്റൈൽ കാണാം. പ്രീ ടൈം സ്കിപ്പിലെ റോബിന്റെ ഹെയർ സ്റ്റൈൽ തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പൊ റോബിനും ബ്രൂക്കിനോട് പറയുന്നുണ്ട്, ഇത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്, കറക്റ്റ് ആയിട്ടുണ്ട് ബ്രൂക്ക്, ഒരുപാട് നന്ദി എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഡോറിയും ബ്രോഗി ഇങ്ങനെ ചോദിക്കുന്നുണ്ടോ, നീ സോളിനെ പരിചയപ്പെട്ട സമയത്ത് ഹെയർ സ്റ്റൈൽ ഇതുപോലെ ആയിരുന്നല്ലേ, നിന്നെ കാണുമ്പോൾ ഇത് കാണുമ്പോൾ സോളിന് ഒരുപാട് സന്തോഷമാവും എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഫ്രാങ്കി അവിടെ ഇരുന്ന് ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്, എനിക്ക് റീയൂണിയന്റെ കാര്യം ആലോചിച്ചിട്ട് ഭയങ്കര ഇപ്പോഴേ കരച്ചിൽ വരുന്നു എന്നൊക്കെ പറയുകയാണ്. ഉടനെ നമ്മുടെ ഒയ്മോയും കാശിയും പറയുന്നുണ്ട്, ഈ ഹെയർ സ്റ്റൈൽ ഞങ്ങൾക്ക് മനസ്സിലായി റോബിൻ എന്ന് പറയുന്നുണ്ട്, കാര്യം ഇവര് എനീസ് ലോബിയിൽ ഉണ്ടായിരുന്നല്ലോ. യെസ് ഗൈസ്, അപ്പൊ ബാക്കി സ്ട്രോ ഹാറ്റ്സും എത്തിയിരിക്കുകയാണ്. ഫൈനലി അവരും എൽബാഫിൽ എത്തിയിരിക്കുകയാണ്. ആ ഫ്രണ്ടിലെ മഞ്ഞൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് ഇപ്പോൾ വലിയ ട്രീ കാണാം. പിന്നെ ലാസ്റ്റ് പാനലിൽ നമ്മളെ കാണിക്കുന്ന ഒരു ജയന്റ് ഇങ്ങനെ വന്നിട്ട് പറയാണ്, സോള് മറിഞ്ഞു വീണു, എന്നിട്ട് ഇപ്പൊ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അവിടെ വെച്ച് ഈ ചാപ്റ്റർ എൻഡ് ആവുകയാണ്. സോളിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ നമുക്ക് ചാപ്റ്റർ 1132 വരുന്നവരെ കാത്തിരിക്കണം. ഈ ആഴ്ച ബ്രേക്ക് ഇല്ലാത്തതാണ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഓഡ സെൻസയുടെ ഹെൽത്ത് കണ്ടീഷൻ കുറച്ച് മോശമായതുകൊണ്ട് 2 വീക്സ് ബ്രേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസുഖമൊക്കെ മാറി എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പോസ്റ്റ് യുവർ സജഷൻസ് ഇൻ ദ കമന്റ് സെക്ഷൻ. അപ്പോൾ ചാപ്റ്റർ 1132 എക്സ്പ്ലനേഷനായിട്ട് അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.